റോബോട്ടിക് സർജറി അല്ലെങ്കിൽ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോരം എക്സൈറ്റ്മെന്റ്, ഹൗ വാസ് എക്സ്പീരിയൻസ് ഇൻസൈഡ് ദേ? നല്ല ക്യൂരിയോസിറ്റി ആയിട്ട് തന്നെയാണ് വന്നത്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് റോബോട്ടിക്കിപ്പോൾ റോബോട്ട് ആയിരിക്കും ചെയ്യണത്. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഓക്കെ അസിസ്റ്റഡ് നമ്മൾ തന്നെയാണ് ചെയ്യണത്. ആൻഡ് ഹാസ് എ ലോട്ട് ഓഫ് സ്കോപ്പ് കമ്പയർഡ് ടു ആൻഡ് ദി ട്രീറ്റ്മെൻറ്റ് ലെവല് നല്ലതായിരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഞങ്ങളിപ്പോൾ ലാപ്രോസ്കോപ്പി സർജറീസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ട് കാണും. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു നഴ്സുമാരുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയുമോ ഈ റോബോട്ട്സ് വരുമ്പോൾ. പക്ഷേ സാറ് മരിക്ക് പറഞ്ഞു തന്നു അത് നമ്മുടെ ജോലിയുടെ സ്കോപ്പുകളൊന്നും കുറയാത്ത രീതിയിൽ തന്നെയാണ് അതെല്ലാം മുന്നോട്ട് പോകുന്നത്. റോബോട്ട് അസിസ്റ്റഡ് സർജറി ആണല്ലോ അല്ലേ? നമുക്ക് ഇപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പോൾ റോബോട്ടിക് സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ, കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ വെച്ച് അങ്ങനെ കോംപ്ലിക്കേഷൻസ് കുറവാന്നുള്ളൊരു പുതിയ നോളജ് ഉണ്ട്.